ലോകത്തിൻ കഥ ആ പാട്ടിടുമ്പോ തന്നെ എല്ലാരും ബെറ തുടങ്ങും. അർജുൻ അപ്പൊ തന്നെ പോയി ഛർദിക്കും. അർജുന് ആ പാട്ട് കേട്ടാ അവൻ അപ്പൊ ഫുള്ള് ഛർദി. ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാൻ തോന്നിയിട്ടില്ലേ? ശരണ്യ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ കുറച്ച് ടിപ്സ് തരാം എങ്ങനെയാ കളിക്കേണ്ടത്. അപ്പൊ ഞാൻ മനസ്സിലായി നീ ആദ്യം ഇറങ്ങി കളിക്കുന്നതായിരുന്നു എൻ്റെ ഇതിൽ. ഞാൻ ഫുൾ ഷോപ്പിംഗ് ചെയ്ത് പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു 3 ദിവസം മുന്നേ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, അഭിഷേക് സോറി നിങ്ങൾ ഷോയിലില്ല. ലാലേട്ടനെ നേരിൽ കണ്ട നിമിഷം ഭയങ്കര എക്സൈറ്റ്. എനിക്കത് ലാലേട്ടനാന്ന് തോന്നില്ല, കാരണം ലാലേട്ടൻ ഭയങ്കര യങ് ആയിട്ട് ചെറിയൊരു പയ്യനെ പോലെ നമുക്ക് തോന്നുള്ളൂ. ഫസ്റ്റ് ലവ് ഓർക്കുന്നുണ്ടോ? അയ്യോ, അന്നൊരു മുണ്ടെടുത്ത് ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നിട്ട് മുണ്ടൊക്കെ വളച്ച് കുത്തി കുറെ മാസ് ഡയലോഗ് ഒരു റീസൺ ഉണ്ട്. അപ്പൊ നന്ദന എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ കഥകളിയാ? ഇങ്ങനെ പുറത്ത് പല ചർച്ചയുണ്ട്, ഇതുണ്ട്. ഇങ്ങനെ ഒരു വൃത്തികെട്ട ഏർപ്പാടിന് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല. ട്രയാൻ ആവശ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ലവ് കോംബോ എന്തായാലും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കൃത്യമായി പുറത്തിരുന്ന് പഠിച്ചിരിക്കുന്ന ഡയലോഗ് വരെ പഠിച്ചു വന്നേക്കുക. നീ കിടന്ന് മെഴുകും, നീ എഴയും മുള്ളും. ഈ ഒരു 3 ഡയലോഗ് റിപ്പീറ്റഡ്ലി അഭിഷേക് ശ്രീകുമാറിനോട് നന്ദന ചോദിച്ചു, നിങ്ങളുടെ മകൻ ഒരു LGBT ആണെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ വല്ല ചികിത്സിച്ച് മാറ്റും അല്ലെങ്കിൽ ഉപേക്ഷിക്കും. ശ്രീരേഖ ചേച്ചി ഫേക്കാണ്, ഭയങ്കര ഫേക്കാണ്. കാരണം അതിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ല, എല്ലാരും എന്നെ കോർണർ ചെയ്തു. വന്ന സിജോ പോലും സാരിത്തുമ്പ് ഇഷ്യൂല് എല്ലാരും കൂട്ടിയിരുന്ന് എന്നെ കുറ്റം പറഞ്ഞു. വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ച് പറയുന്നു, ഗബ്രിയുടെ ഫാമിലി അയച്ച വീഡിയോയിൽ പറയുന്നു. ഒക്കെ കഴിഞ്ഞിട്ടും കയ്യും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതെല്ലാം ആക്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ അവരൊരു മനുഷ്യ സ്ത്രീ അല്ലായിരിക്കും. അത് ജാസ്മിൻ തന്നെ അതിനുള്ളില് ഗബ്രീനോട് പറയുന്നുണ്ടല്ലോ, എന്റെ അച്ഛൻ എന്നെ പൊരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അത് കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഭിഷേക് ശ്രീകുമാർ ആക്ച്വലി കാണിക്കുന്ന ആളല്ല. അഭിഷേക് ശ്രീകുമാർ ഒരു ഉള്ളിലൊരു നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ LGBTQ ഒരാള് ആവുന്നത് ബൈ ചോയ്സ് അല്ല. അതൊരു ആള് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ഗേ ആണെന്ന് പറയുന്നത്, ഞാൻ ഗേ ആണോ അന്ന് നാളെ മുതൽ ഞാൻ ഗേ എന്ന് പറയുന്നതല്ല. ഇപ്പൊ ജാസ്മിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ പൊതുവിൽ ഇപ്പൊ പുറത്ത് വന്നപ്പോഴും അവിടെ കയറുമ്പോഴും കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരു നെഗറ്റിവിറ്റി ജാസ്മിൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആളുകൾ പറയുന്നതിന് ജാസ്മിൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ജാസ്മിന്റെ ലൈഫ് ഭയങ്കര പ്രോബ്ലത്തിലാവുമെന്നാണ്. അഭിഷേകം എന്താ തോന്നുന്നത്? ഉറപ്പായിട്ടും ലൈഫ് പ്രോബ്ലത്തിലാവും. കാരണം ജാസ്മിന് പുറത്ത് റിലേഷൻഷിപ്പോ അങ്ങനെ എന്തോ ഉണ്ട്, എന്നിട്ടും ജാസ്മിൻ അത് എല്ലാം അറിഞ്ഞിട്ടും പിന്നെയും കൈ പിടിച്ചിരിക്കുമ്പോ ഇപ്പൊ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ പേടിയാവാ. പുറത്ത് വരുമ്പോ ആ കുട്ടി ആത്മഹത്യ ചെയ്യും, അത്ര രീതിയിലുള്ള കമന്റ്സ് ആണ്, തെറിവിളികള് എന്തൊക്കെയാ കാണുന്നത്. പക്ഷെ ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് ആ. ജാസ്മിൻ പറഞ്ഞു ഇതൊന്നും എഫക്റ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സ്വിച്ച് ഇട്ട പോലെ ഇമോഷൻസ് ജാസ്മിന് മാറ്റാൻ അറിയാം. ഇന്ന് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ട് കരഞ്ഞ പിറ്റേ ദിവസം ജാസ്മിൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടാവും. അവരത്ര പ്രിപ്പയർഡ് ആയിരിക്കും, ഒന്നില്ലെങ്കിൽ അവരെല്ലാം പറഞ്ഞു വെച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. എനിക്ക് അറിയില്ല, ഞാൻ എന്റെ ഊഹമാണ് പറയുന്നത്. ഒരു ഇത് അറിഞ്ഞിട്ട് പറഞ്ഞിട്ടെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ഇത്ര സ്ട്രോങ് ആവാൻ പറ്റുന്നത്? ഇത്ര വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ച് പറയുന്നു, ഗബ്രിയുടെ ഫാമിലി അയച്ച വീഡിയോയിൽ പറയുന്നു. ഒക്കെ കഴിഞ്ഞിട്ടും കയ്യും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതെല്ലാം ആക്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ അവരൊരു മനുഷ്യ സ്ത്രീ അല്ലായിരിക്കും. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് എങ്ങനെയാണ് ഫേസ് ചെയ്യാറ്? ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് രാവിലെ തന്നെ മറ്റേ ലോകത്തിൻ കഥ ആ പാട്ടിടുമ്പോ തന്നെ എല്ലാരും ബെറ തുടങ്ങും. അർജുൻ അപ്പൊ തന്നെ പോയി ഛർദിക്കും. അർജുന് ആ പാട്ട് കേട്ടാ അവൻ അപ്പൊ ഫുള്ള് ഛർദി. ഗബ്രി അപ്പളേക്കും വിറച്ചൊരു സൈഡിൽ കിടക്കും. കാരണം എപ്പോഴും ഇത് കേൾക്കുന്നവരാണല്ലോ ഗബ്രി. ജാസ്മിൻ ഒരു കൂസലും ഇല്ല. ഈ ഞാൻ നേരത്തെ ജോലിയുടെ കാര്യം ചോദിച്ചത്, പല ഗേ കപ്പിൾസും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർക്ക് ജോലി കൊടുക്കാനോ എന്തിന് താമസ സ്ഥലം കൊടുക്കാൻ പോലും ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത്. അത്തരത്തിലുള്ള ഫേസ് ചെയ്യുന്നത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി റിലേഷൻഷിപ്പിലൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് ഞാനതിന് വീടെടുക്കുമ്പോഴൊന്നും അത് തുറന്നു വേണ്ടില്ല. ഈവൻ എന്റെ ഓഫീസിൽ ആർക്കും അറിയില്ല. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നല്ലാതെ ഒരു സ്ഥലത്ത്. പിന്നെ നമ്മളൊരു വീട് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഗേ ആണ് എനിക്ക് വീട് തരുമെന്ന് ചോദിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ, എല്ലാരും മനുഷ്യരല്ലേ. ഇപ്പൊ അക്ഷയുടെ പോലെ ഒരാൾ പോകുമ്പോ പോപ്പുലർ ആണ്, അറിയാവുമല്ലോ ആൾക്കാർക്ക്. ഇനി ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. ഇപ്പോഴ ബിഗ് ബോസിൽ വന്നപ്പോഴാണ് പോപ്പുലർ ആയത്. അതിന് മുന്നേ ഈ ഇപ്പം അച്ചീവ്മെന്റ് ഉണ്ടെങ്കിലും ന്യൂസ് പേപ്പറിൽ വന്നു, ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെന്നല്ലാതെ പുറത്താർക്കും അങ്ങനെ അറിയില്ല. ഇനി അങ്ങനെ ചിലപ്പോൾ മേ ബി ഫേസ് ചെയ്യാം. അല്ല, ഇങ്ങനെ ഫേസ് ചെയ്യുന്ന കുറെ ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം. കൂടുതൽ അത് വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനാണ് അങ്ങനെ പ്രശ്നം വരുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കില്ല, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഗേ കപ്പിൾസ് ആണെങ്കിൽ തന്നെ അവർ പറയില്ല നമ്മൾ എങ്ങനെയാണ്, നമ്മൾ 2 ഫ്രണ്ട്സ് റൂം എടുക്കുന്നു, അങ്ങനെ ഉള്ളൂ. ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാൻ തോന്നിയിട്ടില്ലേ? റിലേഷൻഷിപ്പിലോട്ട് ഞാൻ മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് വർക്കൗട്ട് ആയില്ല. അപ്പം പിന്നെ അതൊരു പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ലല്ലോ. അത് കുറെ ചിന്തിച്ച് പിന്നെ അതിന് കുറെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഞാൻ മാക്സിമം ഫ്രീ. ഫസ്റ്റ് ലവ് ഓർക്കുന്നുണ്ടോ? അയ്യോ, പിന്നെ അത് അങ്ങനെയൊന്നുമില്ല.
നല്ലതായിരുന്നു. അതിൽ പിന്നെ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് ഞാൻ ഈ ടൈറ്റിൽ വിൻ ചെയ്തതും എനിക്ക് കുറേ ഇൻസ്റ്റയിലൊക്കെ കുറേ DMs അതൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര പൊസസീവ്നെസ് ഇഷ്യൂസ്, സംശയം അങ്ങനെ കുറേ വന്ന് ഞങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് ബ്രേക്കപ്പ്. സെയിം ഫീൽഡ് ആയിരുന്നു ആള്? അല്ല, ആള് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അഭിഷേക് ശ്രീകുമാറിന്റെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയത്, അഭിഷേക് ശ്രീകുമാർ ആണെങ്കിലും ഈ കൊറിയൻ മല്ലു ആണെങ്കിലും LGBTQ-നെതിരെ നിരന്തരം സംസാരിക്കുന്ന ആളുകളാണ്, അങ്ങനെ തോന്നിയിട്ടില്ലേ? ഉണ്ട്. അതാണ് ഞാൻ അതിന്റെ കറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന കൊറിയൻ മല്ലു ഇട്ടിരിക്കുന്ന കമന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്ന പോലത്തെ കമന്റ്സുകളാണ്. നിരന്തരം LGBTQ ആൾക്കാരുടെ പോസ്റ്റുകളിൽ കമന്റുകൾ ഇട്ട് 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 അതും പറയാൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഇതിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്നെയും എൻ്റെ അച്ഛനെയും ചേർത്തിട്ട് ആണ് ആള് കമന്റ് ഇട്ടിട്ടുള്ളത്. അതിന്റെ റിപ്ലൈ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അത് ഒരു സ്ഥലത്തല്ല, കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും നിരന്തരം ഇങ്ങനെ കമന്റ് ഇടലാണ് കൊറിയൻ മല്ലുണ്ട്. എനിക്ക് അഭിഷേക് ശ്രീകുമാറിനെ എനിക്ക് അറിയില്ലായിരുന്നു. ഷോയിൽ വന്നപ്പോൾ ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കണ്ടപ്പോഴാണ്, സെർച്ച് ചെയ്യുമ്പോഴാണ് ഇത് അറിയുന്നത്. പക്ഷെ അഭിഷേക് ശ്രീകുമാർ ആക്ച്വലി കാണിക്കുന്ന ആളല്ല. അഭിഷേക് ശ്രീകുമാർ ഒരു ഉള്ളിലൊരു നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനകത്ത് അവൻ ആദ്യം എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ വളരെ സപ്പോർട്ടീവായിട്ടും ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു ഫൈറ്റും ഉണ്ടായിട്ടില്ല. ആൾ ഇനി എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി ഞാൻ മാസാണെന്ന് കാണിക്കിടുന്നതാണെന്ന് അറിയില്ല. ആസ് എ ഹ്യൂമൻ നല്ലൊരു പേഴ്സൺ ആണ് അഭിഷേക്. അതിന്റെ ഈ ഒരു പറയുന്നത് തന്നെ എഡ്യൂക്കേഷൻ, ആ ഒരു LGBTQ കുറിച്ചുള്ള എഡ്യൂക്കേഷന്റെ കുറവ് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ LGBTQ ഒരാള് ആവുന്നത് ബൈ ചോയ്സ് അല്ല, ബൈ ബർത്ത്, ബൈ ഹോർമോൺസ് ആണ് ഒരാളാവുന്നത്. അതൊരു ആളിപ്പോ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ഗേ ആണെന്ന് പറയുന്നത് ഞാൻ ഗേ ആണോ, എന്നാൽ നാളെ മുതൽ ഞാൻ ഗേ എന്ന് പറയുന്നതല്ല. ഇത് ബൈ ബർത്ത് ആയിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടും സംസാരിക്കാൻ കൊറിയൻ മല്ലുവിന്റെ അടുത്ത്, ഈ പറഞ്ഞ ആളുടെ അടുത്ത് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് ഒരാളെയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് ഞാനൊരു ദിവസം എടുത്ത് നിങ്ങൾ ലെസ്ബിയൻ ആണെന്ന് ഒരു 10 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ ലെസ്ബിയൻ ആവില്ല. ഇതെല്ലാം നമുക്കൊരു അട്രാക്ഷനോ നമ്മുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇൻബോൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞല്ലോ, നമ്മൾ കാതൽ സിനിമയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഗേ കപ്പിൾസ് അവരെ ഗേ ആയിട്ടുള്ളവരാണ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ വീട്ടിൽ ഇത് തുറന്നു പറഞ്ഞാൽ തന്നെ ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവുക. ഇത് ഫേസ് ചെയ്യുന്ന ആളുകളില്ലേ ഈ കമ്മ്യൂണിറ്റിയിൽ? വല്ലാതെ ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അവരുടെ ഇങ്ങനെ വീട്ടിൽ തുറന്നു പറഞ്ഞപ്പോ ഇവരുടെ അച്ഛൻ റൂമിൽ പൂട്ടിയിട്ടിട്ട് സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവന്ന് ചികിത്സിച്ചിട്ട് മരുന്ന് കൊടുക്കാണ്. ഇതിന് എന്ത് മരുന്നാ കൊടുക്കുന്നത്? സൈക്കാട്രിസ്റ്റ് ഇവരെ മരുന്ന് കൊടുത്ത് പിന്നെ ആളൊരു ഒരു ഡെഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒന്നും പറയില്ലല്ലോ. അപ്പം ഇതിന് മരുന്നുകൾ ഡോക്ടേഴ്സ് കൊടുക്കുന്നു. അപ്പൊ ഡോക്ടേഴ്സിനെ പോലും ഇതിനെക്കുറിച്ച് കറക്റ്റായ ധാരണ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ് അഭിഷേക് ശ്രീകുമാർ വീടിനകത്ത് പറഞ്ഞിരുന്നു. അഭിഷേക് ശ്രീകുമാറിനോട് നന്ദന ചോദിച്ചു, നിങ്ങളുടെ മകൻ ഒരു LGBTQ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ വല്ല ചികിത്സിച്ച് മാറ്റും അല്ലെങ്കിൽ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു. ഇതിനൊന്നും അവിടെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഇത് എപ്പിസോഡിൽ വന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇപ്പൊ അഭിഷേക് ഫെമിലിയർ ആണ്, ആളുകൾക്ക് അറിയാം. അപ്പോ ഇനി ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അഭിഷേക് ഉദ്ദേശിക്കുന്നത്? കാരണം നിലവിൽ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അഭിഷേകിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ഉണ്ട്. ഞാൻ ഈ ടൈറ്റിൽ വിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ മുംബൈയിലോ പൂനെയിലോ ഒക്കെ പോവാണെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവിടെ ഉണ്ട് തോന്നുന്നു. പക്ഷേ ഈ ഓർഗനൈസേഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാളിപ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ഇങ്ങനെ ഇറങ്ങിയെന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേ ചെയ്യാനും കുറച്ചു നാൾ അവർക്ക് ഒരു ബെറ്റർ ജോബ് കിട്ടുന്നവരെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കേരളത്തിലെ എൻ്റെ അറിവിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രാൻസ്ജെൻഡേഴ്സിന് ഉണ്ട് തോന്നുന്നു, ഗേ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഇല്ല. അപ്പൊ അതുപോലെ ഒരു സംഘടന, ഒരു ഓർഗനൈസേഷൻ എനിക്ക് കേരളത്തിൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച മണി ആയാലും അങ്ങനെ കുറെ എനിക്ക് പറ്റില്ല. അപ്പം ഈ ഷോയിലൂടെ അത് കണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ വല്ല ഗ്രൂപ്പോ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ഇതില് വിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആരാ? സത്യം പറയുകയാണെങ്കിൽ ആരുമില്ല. സാധ്യത തോന്നുന്നത് മേ ബി ജിൻഡോ ചേട്ടൻ അല്ലെങ്കിൽ സിജോ ആയിരിക്കാം. സിജോ എന്തൊക്കെയോ പഠിച്ചു വന്ന് പറയുന്നു എന്നല്ലാതെ സിജോക്ക് അതിനുള്ള ഒരു വിന്നർ മെറ്റീരിയൽ എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല. തിരിച്ചു വന്നപ്പോ സിജോ കമന്റ്സ് എല്ലാം അയച്ചിട്ട് അതുപോലെ എന്തോ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അതും ഞാൻ നോക്കുമ്പോ ജിൻഡോ ജയിലിൽ കിടക്കുക, സിജോ എന്തൊക്കെയോ പറഞ്ഞ് വെറുതെ നീ മെഴുകും,
വെറുതെ പറയാം ഒരു റീസൺ നീ കിടന്നിവിടെ മെഴുകും. പിന്നെ അന്നൊരു മുണ്ടെടുത്ത് ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നിട്ട് മുണ്ടൊക്കെ വളച്ച് കുത്തി കുറെ മാസ് ഡയലോഗ് ഒരു റീസൺ ഉണ്ട്. അപ്പൊ നന്ദന എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ഇത് കഥകളിയാ. അങ്ങനെ അവളെ ശരിക്കും ചോദിച്ചത് നന്ദനി മറ്റേ അഭിഷേകും സംസാരിക്കുന്നുണ്ട്, ഇവൻ എന്തേ കാണിച്ചു കൂട്ടുന്നത്, വെറുതെ ഒരു 10 മാസ് ഡയലോഗ് പിടിച്ച് പറയുന്നുണ്ട്. പിന്നെ സിജോന്റെ അടുത്തേക്ക് ഞാൻ പോയില്ലെങ്കിൽ സിജോ കാണിക്കുന്നതേ ആർട്ടിഫിഷ്യൽ എന്ന് മനസ്സിലായിട്ട് ഞാൻ സിജോട് സംസാരിച്ചിട്ട് പോലും ഇല്ല മര്യാദക്ക്. കൃത്യമായി പുറത്തിരുന്ന് പഠിച്ചിരിക്കുന്ന ഡയലോഗ് വരെ പഠിച്ചു വന്നേക്കാ. നീ കിടന്ന് മെഴുകും, നീ എഴയും മുള്ളും, ഈ ഒരു 3 ഡയലോഗ് റിപ്പീറ്റഡ്ലി. ജിൻഡോന് നല്ല ഫാൻസ് ഉണ്ടെന്ന് കണ്ടിട്ട് അതുകൊണ്ട് ജിൻഡോനെ ടാർഗറ്റ് ചെയ്യാണോ? ആര്? സിജോ ഫാൻസ്? അതെനിക്ക് അറിയില്ല. കാരണം ഫാൻസ് ഉണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്യാതിരിക്കല്ലേ, സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ. ക്യാമറ സ്പേസിന് വേണ്ടി ആയിരിക്കാം. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ലേ വെറുതെ ജിൻഡോന്റെ മെക്കെട്ടിക്ക് വന്ന മുതൽ എന്തിനാ കയറുന്നത്. പിന്നെ ഇപ്പൊ നോറേനെ വിളിച്ചിരിക്കുന്നതുകൊണ്ട് ഇന്നലെ നോറേനെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നോറയാണ് സിജോനെ അടി കിട്ടാനുള്ള റീസൺ എന്ന എന്തോ ഒരു പറയല് ഞാൻ കേട്ടു ഉള്ളില്. നോറ എന്തോ തിരികൊളുത്തിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ റോക്കിയുടെ അടുത്ത്. അതെ, അതായിരിക്കാം മേ ബി. ഈ ജാസ്മിൻ ഗബ്രി ഇവരുടെ പ്രണയം ഇപ്പോൾ ഇവരുടെ സൗഹൃദം പ്രണയം എന്താണെന്ന് അവർ തന്നെ നിർവചിച്ചിട്ടില്ല. അവരുടെ ഒരു റിലേഷൻഷിപ്പ് അവിടെ വലിയ ചർച്ചയാകുന്നു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പുറത്തെത്തുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു ഭാവി ഉണ്ടാവുക? ഇവരുടെ റിലേഷൻഷിപ്പിന്റെ ഭാവിയോ? അതൊരു റിലേഷൻഷിപ്പ് അല്ലാന്നല്ലേ അവര് പറയുന്നത്. അതിനെന്ത് ഭാവി? അത് ഒന്നില്ലെങ്കിൽ ആക്ടിങ് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള എന്തെങ്കിലും. അവര് പുറത്തിറങ്ങിയാൽ സംസാരിക്കുക പോലും ഇല്ല എന്നുള്ളത് ഉറപ്പല്ലേ. ഇത് കാണുമ്പം അച്ഛൻ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഉണ്ട് ആക്ച്വലി. ഞാൻ വിചാരിച്ച ഷോയില് തന്നെ അച്ഛൻ വിളിക്കുന്നതാണ്, പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല. നോക്കട്ടെ, ഇനി ചിലപ്പോൾ ഇപ്പൊ കുറച്ച് പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ അത് കണ്ടിട്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴും മനസ്സിൽ. ഈ ജിൻഡോക്ക് എങ്ങനെ ഇത്ര പവർഫുൾ ആവാൻ സാധിക്കുന്നത്? കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ജിൻഡോന് പെട്ടെന്ന് എങ്ങനെ സാധിക്കുന്നത്? ജിൻഡോ ആക്ച്വലി ഒരു കുറച്ച് ഫൺ പേഴ്സൺ തന്നെയാണ്. ഇപ്പൊ തല്ലൂട്ടാണെങ്കിൽ തന്നെ ആള് ഡാൻസ് കളിച്ചിട്ടൊക്കെ അല്ലേ മറുപടി പറയുന്നത്. അത് ആളുടെ ഒരു നേച്ചറാണെന്ന് തോന്നുന്നു. പിന്നെ ആൾക്ക് പലരുടെയും ഫീഡ്ബാക്ക് കിട്ടി, പുറത്ത് നല്ലോണം പോകുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഒരു ഇതായി, ഇത് നല്ല കത്തുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പൊതുവിൽ ബിഗ് ബോസിൽ എത്തുന്നവർ ഒരു പങ്കാളിയെ അവിടെ തന്നെ കണ്ടുപിടിക്കാറുണ്ട്. അഭിഷേകിന് അങ്ങനെ ഒരു പങ്കാളിയെ കണ്ടെത്താൻ സാധിച്ചില്ലേ ബിഗ് ബോസിന്റെ ഉള്ളില്? എനിക്ക് ആരെയും അതിനകത്ത് മര്യാദക്കൊന്ന് കണക്റ്റഡ് ആവാൻ പോലും പറ്റിയില്ല. പിന്നെ ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ പല ഗ്രൂപ്പ്സിലും അയച്ചു, ഞാനും അർജുനും തമ്മിൽ എന്തോ. പിന്നെ പലരും സായി അതിനകത്ത് പറഞ്ഞു, വിടാ നീ അർജുന്റെ കോംബോ പിടിക്കണം. അപ്പം ശ്രീതുവും അർജുനും ഞാനും ആകുമ്പോൾ ഒരു ട്രയാങ്കിൾ ആയിട്ട് പുറത്ത് നല്ല ഹിറ്റ് ആവുമെന്ന് എൻ്റെ അടുത്ത് സായി പറഞ്ഞിരുന്നു അതിനുള്ളിൽ വെച്ച്. അപ്പം എൻ്റെ അടുത്ത് അർജുൻ വന്ന്, ഞാൻ അർജുനോട് തീരെ സംസാരിച്ചിട്ടില്ല തുടക്കത്തിൽ. അപ്പം അർജുൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ എൻ്റെ അടുത്ത് സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ പുറത്ത് പല ചർച്ചയുണ്ട്, ഇതുണ്ട്, ഇങ്ങനെ ഒരു വൃത്തികെട്ട ഏർപ്പാടിന് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ലവ് കോംബോ എന്തായാലും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അർജുൻ എൻ്റെ ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ ഒരിക്കലും അർജുൻ്റെ അടുത്തൊന്നും സംസാരിക്കില്ല എന്ന് ഞാൻ അർജുൻ്റെ അടുത്ത് പറഞ്ഞു. ഇതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല തോന്നുന്നു. ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയില്ലേ? അഭിഷേകിന് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? ഇതിനെക്കുറിച്ച് ആക്ച്വലി ഇപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, ഇത് എന്തിനാ പറയുന്നത്, ഇതിപ്പോ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കിട്ടുന്നതല്ലേ. പക്ഷെ ആര് പോയി അത് ടൈപ്പ് ചെയ്യും? എന്തിനു പോയി ടൈപ്പ് ചെയ്യും? LGBTQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം ഡെഫിനീഷൻ ആയിട്ടാണോ ചോദിക്കുന്നത്? അതോ L ഫോർ ലെസ്ബിയൻ അങ്ങനെയാണോ? ലെസ്ബിയൻ, G ഗേ, B ബൈസെക്ഷൽ, T ട്രാൻസ്ജെൻഡർ, Q എന്ന് പറഞ്ഞാൽ ക്യൂർ. ഇതിന്റെ മൊത്തം ഒരു അംബ്രല ടേം ആണ് ക്യൂർ എന്നുള്ളത്. പിന്നെ IA പ്ലസ് ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്, ഇന്റർസെക്ഷൽ, അസെക്ഷൽ. പിന്നെ പ്ലസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു എന്താ പറയുക, ഒരു വൈഡ് ആയിട്ടുള്ള ഇതാണ്. നമുക്ക് ആരുടെയും സെക്ഷുവാലിറ്റിയോ പ്രിഫറൻസസോ നമുക്ക് കൺഫൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റ് ആവണമെങ്കിൽ ഇതിൽ ഉള്ള ആളുകൾ മുൻനിരയിലേക്ക് വരണം. ഇപ്പൊ ബിഗ് ബോസിൽ ഞാൻ വന്നപ്പോൾ ഒരു 2 പേരെങ്കിലും ഗൂഗിളിൽ അറിയാത്തവർ എന്താണ് ഗേ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മളത് നോർമലൈസ് ചെയ്യാനാണ് ഞാൻ അകത്തേക്ക് ആക്ച്വലി പോയിട്ടുള്ളത്. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് LGBTQ എന്ന് പറയുന്നതിനേക്കാളും ഇങ്ങനെ ഒരാൾ അതിനുള്ളിൽ പോയി ബാക്കി എല്ലാവരും ഇടപെടുന്ന പോലെ ചിലപ്പോൾ അതിനെക്കാട്ടും നന്നായി പെരുമാറാനും പറ്റുവാണെങ്കിൽ അപ്പൊ പറയും, ഇവര് ഈ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇവരും നോർമലാണ് എന്ന്, അങ്ങനെ ഒരു ചിന്ത നോർമലൈസ് ചെയ്യാനാണ് ആക്ച്വലി ഞാൻ അതിൽ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരാള് ഗേ ആന്ന് തുറന്നു പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ആശങ്ക ഉണ്ടാവുക, ഒരു ഗേയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ എന്താണ് തോന്നുന്നത്, ഒരു ഗേ എന്നൊരാള് പറയുമ്പോഴാണെങ്കിലും അയാൾക്കൊരു ഭാവി എന്നത് എന്തായിരിക്കും പറയാൻ പറ്റുക? ഒരാൾ ഗേ എന്ന് പറയും ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ തുറന്നു പറയുമ്പം കുറെ ചിന്തകൾ വരും. ബിക്കോസ് ഫസ്റ്റ് ഫാമിലി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ
പലരുടെയും ലൈഫ് പോകും. പിന്നെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴായാലും ഇപ്പൊ കെ വെച്ചിട്ടുള്ള തന്നെ പേര് വിളിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ റിയാസിന്റെ വീഡിയോ എടുത്താൽ തന്നെ റിയാസ് ഗേ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിലും അതിൽ ഫുൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഫുൾ ഇങ്ങനെ കമന്റ്സ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി അത് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പലരും മടിക്കും. പിന്നെ സൊസൈറ്റിയിൽ ആക്സെപ്റ്റൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ നമ്മള് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യില്ല, ഇതിന് ടൈം എടുക്കും. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാൻ അത്ര തന്നെയല്ലേ പറ്റുള്ളൂ. രതീഷ് തിരിച്ചു വന്നത് കൊണ്ട് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവോ? രതീഷ് തിരിച്ചു വന്നതുകൊണ്ട് ആള് പറഞ്ഞത് ആള് ഫുൾ ഗെയിം ചേഞ്ച് ചെയ്ത് വളരെ ഒരു നന്മ പോകുന്നതെന്നാ പറഞ്ഞേ. നമുക്ക് നോക്കാം. രതീഷ് ഏട്ടൻ നന്നായി ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിന്റെ പേര് പറയാം, അപ്പൊ അവരെ കുറിച്ച് എന്താണ് തോന്നുന്നത്, അവരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയും. ജിൻഡോ ചേട്ടൻ നല്ല പഠിച്ചൊരു ഗെയിമർ, എവിടെ പോകുമെന്നറിയാവുന്ന ഒരു അടിപൊളി ഗെയിമർ. ഗബ്രി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് റിയലി. എന്ത് ടാസ്ക് വന്നാലും അനാവശ്യമായി ട്രിഗർ ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ജാസ്മിൻ ആക്ച്വലി ജാസ്മിന് പഠിച്ച കള്ളി എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ നെഗറ്റീവ് ആയാലും എനിക്ക് പേയ്മെന്റ് വേണം, 100 ദിവസം ഓടണം, അത്രേ ഉള്ളൂ അവർക്ക്. നോറ ഭയങ്കരമായിട്ട് വൈരാഗ്യ ബുദ്ധി മനസ്സിൽ വെക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഡേ 1 മുതൽ ആരെന്ത് ചെയ്തു എന്നുള്ളത് മനസ്സിൽ വെച്ച് അതിൻ്റെ ഒരു അങ്ങനെ മനസ്സിൽ വെക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവൾ പറയേണ്ടടുത്ത് പറയുന്ന ഒരു ടൈപ്പാണ്. അഭിഷേക് ശ്രീകുമാർ ആക്ച്വലി റിയലി ആളൊരു പാവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തൊക്കെയോ ഞാൻ ഭയങ്കര മെന്നിസ്റ്റോ അതൊക്കെ ആണെന്ന് കാണിക്കാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ ഇൻസൈഡ് ആള് നല്ല മനുഷ്യൻ. ശ്രീതു നല്ല ശ്രീതു ആ ഷോയില് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ശ്രീതു നല്ലൊരു ക്യാരക്ടർ. അർജുൻ ആയാലും നല്ല ക്യാരക്ടറാണ്. പക്ഷെ അർജുന് ഒരു പോയിന്റ് പറയാനോ ഒന്നും പറയാനോ അവൻ അതിനകത്തില്ല. പക്ഷെ ക്യൂട്ട്നെസ് ഇട്ട് അവൻ 100 ദിവസം നിൽക്കും. സായി ഫേക്ക് മാസ്ക് ടോട്ടൽ ഫേക്ക് ആണെന്ന് തോന്നിയതാരാ? ടോട്ടൽ ഫേക്ക് ആണെന്ന് എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഒന്ന് സായി, ഒന്ന് ശ്രീരേഖ. നന്ദന ശരിക്കും ഒരു എന്താ പറയാ ഒരു പൊട്ടിക്കുട്ടി എന്നൊക്കെ നമ്മൾ പറയില്ല. അതിനകത്തൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ വെറുതെ കുറെ കാണിക്കും. അവൾക്കും പറയാനൊന്നുമില്ല, എന്നാലും വെറുതെ ജാസ്മിനെ കുറെ ടാർഗറ്റ് ചെയ്താൽ പോസിറ്റീവ് ആവും എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുക, അത്രേ ഉള്ളൂ. അപ്സര നല്ലൊരു ഗെയിമർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര ഡൗൺ ആയി. എന്നാലും ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഫൺ ഫാക്ടർ അപ്സരയ്ക്ക് ഉണ്ട്. ശ്രീരേഖ ചേച്ചി ഫേക്ക് ആണ്, ഭയങ്കര ഫേക്ക് ആണ്. നമ്മുടെ മുന്നിൽ പറയുന്നതല്ല മാറുന്നെന്ന് പറയുന്നത് ശരിക്കും ഒരു പോയിസൺ എന്ന് തന്നെ പറയാം. റസ്മിന് ഒരു ഒന്നിനും കൊള്ളാത്തൊരു ഗെയിമർ, എന്തൊക്കെയോ ആണെന്ന് ഭയങ്കര സംഭവമാണ്, ലാലേട്ടനെക്കാട്ടും മുകളിലാണെന്നുള്ള ഒരു ആള്. ശരണ്യ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. ശരണ്യ പക്ഷെ ഇനിയിപ്പോ വീണ്ടും സേഫ് പ്ലേ മാത്രമാണ്. ശരണ്യ ഒരു ദിവസം എന്റെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ കുറച്ച് ടിപ്സ് തരാം എങ്ങനെയാ കളിക്കേണ്ടത്. അപ്പൊ ഞാൻ മനസ്സിലായി നീ ആദ്യം ഇറങ്ങി കളിക്കുന്നതായിരുന്നു എന്റെ ഇതില്. അൻസിബ ആസ് എ ഗെയിമർ അല്ല, പക്ഷെ ആസ് എ പേഴ്സൺ ജെന്യുവൻ ആയിട്ടുള്ള വളരെ നല്ലൊരു പേഴ്സൺ. ഋഷി ഈസിലി മാനിപ്പുലേറ്റഡ്. ഋഷിയുടെ അടുത്ത് ഇന്നൊരാൾ പോയി സംസാരിച്ചാൽ ഋഷി അവരുടെ ഭാഗത്തായി, നാളെ വേറൊരാൾ സംസാരിച്ചാൽ അവരുടെ ഭാഗത്തായി. സിജോ പഠിച്ചു വന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. രതീഷ് ഏട്ടനെ ഞാൻ ഒരു ദിവസത്തെ പരിചയമുള്ളൂ അതിനകത്ത്, അതുകൊണ്ട് ഞാനൊരു കമന്റ് പറയാനില്ല. ഇപ്പൊ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ പെട്ടെന്ന് എവിക്റ്റ് ആയി പോയി അങ്ങനെ തോന്നുന്നുണ്ടോ? പെട്ടെന്ന് എവിക്റ്റ് ആയിന്ന് എനിക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ച നന്ദന ആയിരിക്കും എവിക്റ്റ് ആവുക, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിചാരിച്ച അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ ആദ്യം തന്നെ വന്ന് നന്ദനയ്ക്ക് മാലിട്ടതോടുകൂടി എനിക്ക് ഷുവറായി അടുത്തത് എന്തായാലും ഞാനാ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകവിധി ആണെങ്കിൽ ഞാൻ എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ കമന്റ്സിൽ മനസ്സിലായത് പ്രേക്ഷകവിധി അല്ല, ബിഗ് ബോസ് വിധിയാണെന്ന്. എന്നാലും അവരെനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു, അപ്പം അവരെന്താ ഡിസൈഡ് ചെയ്യുന്നത് അത്ര. കുറച്ചുകൂടി ദിവസം കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുണ്ട്. പക്ഷെ അവർ എഡിറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ, എന്ത് സംസാരിച്ചിട്ട് എന്താ, അത് ജനങ്ങളിലേക്ക് ഒന്നും എത്തുന്നില്ല. അതിനും ഭേദം ഇറങ്ങി പോകുന്നത് തന്നെയാ. കുറെ വീണ്ടും വാഴ എന്നുള്ള പേര് വരുന്നതിനെക്കാട്ടും നല്ലത് എന്തായാലും പോകുന്നത്. കാരണം പറയുന്ന ഒരു വാക്ക് പോലും വന്നിട്ടില്ല, കുറെ എന്റർടൈനിങ് ടാസ്ക് സ്കിറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ നിന്നിട്ട് കാര്യമില്ല. തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരിക്കലും ഇല്ല. ബിഗ് ബോസിലേക്ക് ഇനി എന്നെ എത്ര രൂപ എന്ന് വിളിച്ചാലും ഞാൻ തിരിച്ചു പോകില്ല, ഉറപ്പായി ഞാൻ പോവില്ല. കാരണം ഞാൻ അവിടെ പറഞ്ഞ ഒന്നും കാണിക്കാത്ത ഒരു ബിഗ് ബോസിലോട്ട് ഞാൻ എന്തിനു പോകണം?
ഞാനിനി പോയാലും എന്താ എനിക്ക് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. കറക്റ്റ് ടൈം അത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ അവിടെ ഇറങ്ങി പോകുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. കാരണം അതിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ല, എല്ലാവരും എന്നെ കോർണർ ചെയ്തു. വന്ന സിജോ പോലും സാരിത്തുമ്പ് ഇഷ്യൂല് എല്ലാവരും കൂട്ടിയിരുന്ന് എന്നെ കുറ്റം പറഞ്ഞു. പിന്നെ ഞാൻ അതിനകത്ത് പോയിട്ട് എന്താ കാര്യം? കാണിക്കൂല, സ്ക്രീൻ സ്പേസും ഇല്ല, ഞാൻ ഒരിക്കലും പോയില്ല. എന്തെങ്കിലും നേടിയെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ബിഗ് ബോസിൽ പോയിട്ട്? ബിഗ് ബോസിൽ പോയി പുറത്ത് വന്നപ്പോൾ കുറെ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരുടെയും കമന്റ് നോക്കുമ്പോൾ മാക്സിമം ജെനുവിൻ ആണ്, അതിനകത്ത് ആരെയും വളരെയധികം ഹേർട്ട് ചെയ്യാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 10 പേരെങ്കിലും അങ്ങനെ ജെനുവിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു നേട്ടമായിട്ട് തോന്നും. ബിഗ് ബോസിനോട് ഇത്രക്കൊരു ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം എന്തായിരുന്നു? ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഫസ്റ്റ് സീസൺ വന്നപ്പോൾ തൊട്ട് ഞാൻ എല്ലാ എപ്പിസോഡും കാണും. പിന്നെ 4th തൊട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫുൾ കാണൽ, ക്ലാസ്സിൽ ഫുൾ ഡിസ്കഷൻസ് ആണ്, നമ്മൾ വാട്സാപ്പിൽ അത് ഇത്. അപ്പം അന്ന് തന്നെ ഞാൻ പറയും ഞാനൊരു ദിവസം ഇതിനകത്ത് പോകും. അപ്പോൾ ഷോയുടെ ഭയങ്കര ഒരു ഫാനാണ് ഞാൻ പണ്ട് മുതലേ. പിന്നെ ഇപ്പൊ ഞാൻ ഈ ടൈറ്റിൽ വിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി ആളിലേക്ക് എത്തിക്കണമെങ്കിൽ, കേരളത്തിൽ എത്തിക്കണമെങ്കിൽ ഈ ഷോ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷോ ആണ് ബെസ്റ്റ് എന്ന് അറിയാമെങ്കിലും നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ എത്തണം എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു എത്തുന്നത്? എനിക്കിതിൽ 0 കോണ്ടാക്ട്സ്, ഒരാളെ പോലും ഏഷ്യാനെറ്റ് അറിയില്ല, ഇതിൽ ഒരാളെ അറിയില്ല. ഞാൻ എൻ്റെ പ്രൊഫൈല് മെയിൽ അയച്ചു. അത് ഞാൻ അയച്ചിരിക്കുന്നത് ജാനുവരിയിലാണ്. ഡിസംബറിൽ ഓഡീഷൻസ് കഴിഞ്ഞ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഫിക്സ് ചെയ്തു. അങ്ങനെ ഞാൻ അയച്ചിട്ട് അതില് സുനിൽ സാർ എന്ന് പറയുന്ന ആള് അത് കണ്ടിട്ട് എന്തോ മെസ്സേജ് എന്തോ അയച്ചു. എന്നിട്ട് പറഞ്ഞു ഓഡീഷൻസ് ആർ ഓവർ, വി ഹാവ് ഫൈനലൈസ് ദ കണ്ടസ്റ്റന്റ്, ബട്ട് ഞാൻ ടോക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. കാരണം അവർക്ക് പ്രൊഫൈൽ ഇൻട്രസ്റ്റഡ് ആയി. കാരണം ഉറപ്പായിട്ടും ഒരു ഗേ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി പുറത്ത് ചർച്ച വരുമല്ലോ. അങ്ങനെ അവര് എന്നോട് പറഞ്ഞു ഓവറാണ്, ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നാളെ തന്നെ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൂനെയില. അപ്പൊ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വന്നു. ഇന്റർവ്യൂ കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിൽ ഞാൻ നന്നായി പറയുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് അവർ ആക്ച്വലി എന്നോട് യു ആർ സെലക്ടഡ് എന്ന് പറഞ്ഞു ഫോർ ഡേ 1. ഞാൻ ഫുൾ ഷോപ്പിംഗ് ചെയ്ത് പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു 3 ദിവസം മുന്നേ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അഭിഷേക് സോറി നിങ്ങൾ ഷോയിലില്ല എന്ന്. അപ്പൊ ആകെ ഡിപ്രഷനൊക്കെ അടിച്ച് ഞാൻ ഫുൾ ഞാൻ എന്താ ഫിറ്റ്നസ് ഒക്കെ വിട്ട് ഭയങ്കര ഫുഡ് കഴിക്കല് അങ്ങനെ ഫുൾ പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ് ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചു. ഇന്റർവ്യൂ വൈൽഡ് കാർഡ് എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല ഞാൻ കൊടുത്തത്, പക്ഷെ അതിൽ കിട്ടും ചെയ്തു. അപ്പം ഭയങ്കര ഹാപ്പിയായി. അപ്പൊ പൂട്ടി വെച്ച പെട്ടിയൊക്കെ എടുത്ത് 2ാമത് പോയി. ഈ അഖിൽ മാരാറ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ തന്നെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെക്കും, പിന്നെ നമുക്ക് എങ്ങോട്ടാ പോകുന്നത് എങ്ങനെയാ പോകുന്നത് ഒന്നും മനസ്സിലാവില്ല. ഈ പോകുന്ന ആ സ്റ്റുഡിയോയിലേക്ക് എത്തുന്ന, ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന ആ സമയങ്ങളുണ്ടല്ലോ, അതെങ്ങനെയാണ് അവര് കാരവനിലേക്ക് കയറ്റുന്നു, അതെങ്ങനെയാണ്? അത് ആദ്യം വന്നപ്പോൾ നമ്മുടെ ഫോണൊന്നും മേടിച്ചിട്ടില്ല. ആദ്യം അവരുടെ ഹോട്ടൽ മുറിയിൽ പോയി, പിന്നെ അവരുടെ ഷൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ നമ്മളെ കാരവാനിലുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ലാലേട്ടനെ നമ്മൾ കാണാൻ പോവല്ലോ സൺഡേയുടെ എപ്പിസോഡ്. അതിന് തൊട്ട് മുന്നേ ഒരു മണിക്കൂർ മുന്നേ ഫോൺ എടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിക്കാനുണ്ടോ എന്ന് പറഞ്ഞ് വിളിച്ചു. അതായിട്ട് പിന്നെ ഫോൺ പേ, പക്ഷെ കണ്ണിൽ കെട്ടലൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ കണ്ട് ഹോട്ടൽ മുറിയിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ എൻ്റർ ചെയ്തത്, അല്ലാണ്ട് ലാലേട്ടനെ കണ്ട് ഡയറക്റ്റ് അല്ല. അപ്പൊ ആ ഒരു ദിവസം ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഫോണ് ഇല്ല, ഹോട്ടൽ മുറിയിൽ ഒരു ഡേ ഫുൾ ഇങ്ങനെ മാനം നോക്കിയിരിക്കണം. നമ്മൾ കണ്ണിൽ ലാലേട്ടൻ മാത്രം, ലാലേട്ടനെ കണ്ടിട്ടല്ലേ നമ്മൾ പോകുന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ലാലേട്ടനെ നേരിൽ കണ്ട നിമിഷം ഓർക്കുന്നുണ്ട്? ലാലേട്ടനെ നേരിൽ കണ്ട നിമിഷം ഭയങ്കര എക്സൈറ്റ്. എനിക്കത് ലാലേട്ടനാന്ന് തോന്നുന്നില്ല, കാരണം ലാലേട്ടൻ ഭയങ്കര യങ് ആയിട്ട് ചെറിയൊരു പയ്യനെ പോലെ നമുക്ക് തോന്നുള്ളൂ. എനിക്ക് ഇത് ലാലേട്ടൻ തന്നെയാണോ, ഭയങ്കര ലുക്ക് നേരിൽ കാണാൻ. അപ്പൊ ലാലേട്ടനാന്നുള്ള ടെൻഷൻ എനിക്ക് അവിടെ പോയി. കാരണം ഒരു ചെറിയ പയ്യൻ കോട്ടൊക്കെ ഇട്ട് ഭയങ്കര ലുക്കിൽ നിൽക്കണു. അപ്പൊ എന്റെ എപ്പിസോഡ് ഫസ്റ്റ് കണ്ടാലും ഞാൻ വിറച്ചിട്ടൊന്നുമില്ല, ഞാൻ നല്ല ഇതായിട്ടാ പറയുന്നത്. പക്ഷെ ഭയങ്കര അത് കഴിഞ്ഞ് റൂമിൽ പോയി കഴിഞ്ഞാൽ കണ്ണടച്ച ഈ ഒരു സീൻ മാത്രമേ ഉള്ളൂ. ഒരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു ഉറപ്പായിട്ടും. ആരാധകരോട് എന്താ പറയാനുള്ളത്? എന്തായാലും ആരാധകർ ഒരുപാട് ഉണ്ട്. കാരണം അതിന്റെ കമന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ കുറച്ച് 22 ഡേയ്സ് നിന്നിട്ടുള്ളൂ. അതിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും വളരെയധികം താങ്ക്സ്. കാരണം കമ്മ്യൂണിറ്റി എന്ന് വരുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റി ഹേറ്റഡ് ഉണ്ട് പുറത്ത്. അതിനുപരി ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ ആക്സെപ്റ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അത് ഇനി ഉണ്ടാവണം ബാക്കിയുള്ള വരുന്ന ഇതിൽ. ഇനി എന്തൊക്കെയാണ് വേറെ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ് ഇനി പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മോഡലിംഗിൽ എനിക്ക് കുറച്ചും കൂടി ചെയ്യണം എന്നുണ്ട്. പിന്നെ എനിക്ക് ബോഡി ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം ഇപ്പൊ ഞാൻ മിസ്റ്റർ ഗേ വേൾഡ് എന്നുള്ള ടൈറ്റിൽ ആണെങ്കിൽ നോർമൽ എന്ന് പറയാൻ പാടില്ല, എന്താ പറയാ, റിയൽ മിസ്റ്റർ ഇന്ത്യ എന്നുള്ള ഇതിന് റൂബറു എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ ഉണ്ട്. അത് ചെയ്യണമെന്നുണ്ട്. അതിന് പക്ഷെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ കുറച്ചുകൂടി വർക്ക്സ് മോഡലിംഗിലൊക്കെ ചെയ്യണമെന്നുണ്ട്.